Hello friends, welcome to my YouTube channel Haru and Tanu. Processed cheese ഉപയോഗിച്ച് എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പിസ്സ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് മോസറല്ല ചീസ് കിട്ടാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ പ്രോസസ്ഡ് ചീസ് ഉപയോഗിച്ചിട്ടാണ് ഈ പിസ്സ തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ഹോം മെയ്ഡ് പിസ്സ സോസ് തയ്യാറാക്കാം. ഞാനിവിടെ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒലീവ് ഓയിൽ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം. 5 വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മൂത്ത ഒരു മണം വരുമ്പോൾ നമുക്ക് ഒരു സവോള ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല, ഒരു ട്രാൻസ്പെറൻ്റ് ആയാൽ മതിയാകും. സവോള ഞാനിവിടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള നിറം മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 3 ചെറിയ തക്കാളി മിക്സിയിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് എളുപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന പിസ്സ സോസ് ആണ്. നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പിസ്സ സോസ് ഒന്നും ഓൺലൈൻ പോലും കിട്ടാൻ അത്ര എളുപ്പമല്ല. ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. നമ്മുടെ അടുത്ത് ടൊമാറ്റോ സോസ് ആണുള്ളതെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിസ്സ ഹെർബ്സ് ആണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ സാധിക്കും. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. യൂസ് ചെയ്യുന്നത് കേയ ബ്രാൻഡിന്റെ പിസ്സ ഹെർബ് ആണ്. ഇത് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ പിസ്സയുടെ വളരെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുത്തു. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടറാണ്. ബട്ടർ വീട്ടിൽ ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരി അഥവാ ലൈം ജ്യൂസ് ആണ്. ഞാനിവിടെ 5 മുതൽ 6 ഡ്രോപ്സ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. അവസാനമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന തക്കാളിയുടെയും നാരങ്ങയുടെയും ഒക്കെ പുളിപ്പും അതുപോലെ തന്നെ ആ മുളക് പൊടിയുടെ എരിവും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ പഞ്ചസാര സഹായിക്കും. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ സോസ് ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പം നമ്മൾ പിസ്സ സോസ് വീട്ടിൽ തന്നെ തയ്യാറാക്കി. ഇനി അടുത്തത് നമുക്ക് പിസ്സ ക്രസ്റ്റ് തയ്യാറാക്കാം. പിസ്സ ക്രസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റ് നമുക്ക് ഈ പാലിലേക്ക് ചേർക്കാം. ഇതിൻ്റെ ഒപ്പം 1/2 ടീസ്പൂൺ പഞ്ചസാര, 2 കപ്പ് മൈദ എന്നിവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ബട്ടറും ചേർത്തതിന് ശേഷം ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് നീഡ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്റ്റിക്കി ആയിട്ട് വേണം നമ്മൾ മാവ് തയ്യാറാക്കാൻ. മാവ് തയ്യാറാക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നു നോക്കുമ്പോൾ മാവ് നല്ലവണ്ണം പൊങ്ങിയിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി ഇതൊന്ന് നീഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ മൈക്രോവേവിലും അതുപോലെ തന്നെ ഒരു കുക്കറിലുമാണ് പിസ്സ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ മാവ് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ കുറച്ച് മൈദ ഇതുപോലെ തൂകിയിട്ട് പരത്തി കൊടുക്കാം.
സാവധാനം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പിസ്സ ട്രേയിലേക്ക് ഇത് മാറ്റാം. കൺവെക്ഷൻ മോഡിൽ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഏത് ട്രേ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പിസ്സയുടെ സൈഡൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ മൈക്രോവേവിൽ വെക്കാനുള്ള പിസ്സയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കറിൽ വെക്കുന്ന പിസ്സയുടെ ബേസ് ഒരു പാത്രത്തിലേക്കാണ് മാറ്റിയേക്കുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റ്. സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പിസ്സ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ പിസ്സയുടെ നടുക്ക് ഭാഗം ഇങ്ങനെ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൈക്രോവേവിൽ വെച്ച് ബേക്ക് ചെയ്യാൻ പോകുന്ന പിസ്സ ട്രേയിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നമുക്ക് എന്ത് ടോപ്പിംഗ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വെജിറ്റേറിയൻ പിസ്സയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സവോളയും ക്യാപ്സിക്കവുമാണ് യൂസ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു പിസ്സ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഞാൻ കൊടുത്തിരുന്നത് കോണും പനീറുമാണ്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ടോപ്പിംഗ്സ് വേണമെങ്കിലും നമുക്കിതിന് കൊടുക്കാവുന്നതാണ്. നോൺ വെജിറ്റേറിയൻസിന് ചിക്കൻ കൊടുക്കാം. അതുപോലെ തന്നെ ഫിഷ് താല്പര്യമുള്ളവർക്ക് പ്രോൺസ് അതൊക്കെ കൊടുക്കാവുന്നതാണ്. പൈനാപ്പിൾ കൊടുക്കാവുന്നതാണ്. ടൊമാറ്റോസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പനീർ കൊടുക്കാം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പിസ്സയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടോപ്പിംഗ്സ് എന്താണെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് പ്രോസസ്ഡ് ചീസാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രിട്ടാനിയയുടെ പ്രോസസ്ഡ് ചീസാണ്. ഇതുപോലെ ഒരു ഗ്രേറ്റർ കൊണ്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ ഈ ചീസ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ സ്പ്രെഡ് ആകും. ചീസ് എത്താത്ത സ്ഥലത്തേക്ക് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുക്കറിൽ വെച്ച് തയ്യാറാക്കാൻ പോകുന്ന പിസ്സയുടെ മുകളിലായിട്ടും നമുക്ക് ഈ ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് 2 പിസ്സയുടെ മുകളിലായിട്ടും നമുക്ക് പിസ്സ ഹെർബ്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 200 ഡിഗ്രിയിൽ. 25 മിനിറ്റ്സ് നമുക്ക് പിസ്സ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കുക്കറും ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്തതാണ്. അതായത് കുറച്ചു നേരം ഞാൻ മീഡിയം ഫ്ലെയിമിൽ കുക്കർ ഇതുപോലെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. കുക്കറിൽ വയ്ക്കുമ്പോൾ നമുക്ക് താഴെ ഒരു ചെറിയ പാത്രമോ അല്ലെങ്കിൽ കുക്കറിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഇതുപോലത്തെ ഒരു പ്ലേറ്റോ ഇട്ട് കൊടുക്കാം. കൈ പൊള്ളാതെ നമ്മൾ പിസ്സ വച്ചിരിക്കുന്ന പ്ലേറ്റ് ഇറക്കി വയ്ക്കാം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വിസിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. 25 മിനിറ്റ്സിന് ശേഷം മൈക്രോവേവിൽ ഞാൻ വച്ചിരുന്ന പിസ്സ ഇവിടെ റെഡിയാണ്. എൻ്റെ മൈക്രോവേവിൽ എനിക്ക് 25 മിനിറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് പിസ്സ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. പിസ്സ കട്ടർ ഉപയോഗിച്ചും നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. കണ്ടോ, നമ്മുടെ പിസ്സ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ മോസറല്ല ചീസ് ഇല്ലാതെ പ്രോസസ്ഡ് ചീസ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പം ഒരു പിസ്സ തയ്യാറാക്കാം. നമുക്ക് നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന പിസ്സ എന്തായെന്ന് നോക്കാം. 20 മിനിറ്റ്സിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കുക്കറിൽ വെച്ചിരുന്ന പിസ്സയുടെ ബോട്ടം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കത് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് മോസറല്ല ചീസ് ഒന്നും കിട്ടാത്തവർ ഒട്ടും വിഷമിക്കേണ്ട. നമുക്ക് എളുപ്പം കിട്ടുന്ന പ്രോസസ്ഡ് ചീസ് ഉപയോഗിച്ച് നല്ല അടിപൊളി പിസ്സ തയ്യാറാക്കാൻ സാധിക്കും.
വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.